ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളത്തിന്റെ ആരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി. അപ്പോൾ ഈ റീഡിംഗ് ജനറൽ ആണ്, ടൈംലെസ് ആണ്, കളക്റ്റീവ് ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. താങ്ക് യു. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മജീഷ്യനാണ്, 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൻഡ്സ്, എംബറസ്, ജഡ്ജ്മെന്റ്, 5 ഓഫ് പെന്റക്കിളും വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോർഡ്സ്. ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. ബ്രോക്കൺ റിംഗ് വന്നിട്ടുണ്ട്, പൈനാപ്പിൾ, ഹോഴ്സ് ഷൂ, ലില്ലി, ആദ്യം തന്നെ കിട്ടിയത് ഒരു മജീഷ്യനാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്കുള്ള കഴിവുകളെ തിരിച്ചറിയാനുള്ള ഒരു സമയമാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം വരുന്നുണ്ട് ഈ സമയം. കാരണം നിങ്ങളിൽ എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു സോഡുണ്ട്, വാണ്ടുണ്ട്, ഒരു പെൻഡക്കിളുണ്ട്, കപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളൊരു ഒരു ഉത്തമ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ ഏത് വഴിയെ പോയാലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് പോലും. അപ്പോൾ ചില വിഷമത്തിലിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക, കുറച്ച് സമയം മാത്രമേ ഈ ഒരു വിഷമമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് പ്രവർത്തിക്കാത്തതിന്റെ ഫലമായിട്ട് മാത്രം വന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത് പോകും തന്നെയാണ്. നിങ്ങൾ ഒന്ന് ആക്ഷൻ എടുത്താൽ മാത്രം മതി എന്നാണ് ഇന്നത്തെ മെസ്സേജ്. പിന്നെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കുറേയധികം സന്തോഷങ്ങളുണ്ട്, ആഘോഷിക്കാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ കൂട്ടുകാരുമായി ചേർന്നായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നായിരിക്കും. ആഘോഷങ്ങളുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഒരു മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട് കുറച്ച് പേർക്ക്. വേൾഡ് കാർഡാണ്, ട്രാവലാണ്. ഇന്നേ ദിവസം നാട്ടിൽ വരുന്നവരോ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നവരോ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേപ്പേഴ്സ് ഒക്കെ ശരിയായി എന്നുള്ളൊരു അറിയിപ്പായിരിക്കാം. ഇതില് ഒരു യൂണിയൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു വേൾഡ് കാർഡും മജീഷ്യനും സെയിം ആണ് ഇതിൽ പറയുന്നത്. ഇത് മേജർ അർക്കാനയിലെ 1ഉം 21ഉം കാർഡുകളാണ്. അപ്പോൾ തുടക്കവും ഒടുക്കവും ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഒരു സർക്കിൾ ഒരു കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനകത്തും നിങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കയ്യിൽ വെച്ചിട്ടാണ് നിങ്ങൾ ചിലപ്പം ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതാണ്. അതൊന്ന് റീതിങ്ക് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പരിവർത്തനത്തിന്റെ സമയമാണ്. ഇതിൽ ഈ ഒരു സ്നേക്ക് എന്ന് പറയുന്നത് ആ സ്കിന്നൊക്കെ പീൽ ചെയ്തൊന്ന് റീഫ്രഷ് ചെയ്ത് പുതിയതാകാൻ ശ്രമിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ നിങ്ങളും അങ്ങനെ ഒന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യണം എന്നുള്ളതാണ്. അതൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നും തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നാണ്. കംപ്ലീഷൻ ആണ്. അപ്പൊ ഇന്നേ ദിവസം വളരെ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാർഡുകളും അതിന്റെ നടുക്ക് വരുന്നത് 9 ഓഫ് കപ്സും ആണ്. അപ്പോൾ ഈ രണ്ട് കാർഡും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരും എന്നാണ്. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ ദൈവമായിട്ടും തരുന്നുണ്ട്. പിന്നെ നിങ്ങളും കണ്ടെത്തണം എന്നും കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ക്വിക്ക് ആയിട്ടുള്ള ഒരു വളരെ സ്പീഡിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നു. കാരണം നിങ്ങളുടെ ശത്രുക്കൾ എന്ന് കരുതിയ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ജയിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു എനർജിയാണ്.
നിങ്ങൾ വിചാരിക്കുന്നത് അവര് കൂടുതൽ ശരിക്കും ശക്തരാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയല്ല, നിങ്ങൾക്കാണ് ശക്തി. അപ്പൊ പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള സമയം ഏറ്റവും നല്ല സമയമാണ്. ധൈര്യമായിട്ട് തുടങ്ങിക്കോളാൻ പറയുന്നുണ്ട്. കാരണം കുറച്ച് കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആൾക്കാരോട് ഉള്ള ഒരു മെസ്സേജ് ആണ്. എംപ്രസ് ആണ്. അപ്പൊ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്നാണ്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ ശരിക്കും ഫലം എടുക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ, നല്ലപോലെ പഠിച്ചാണ് അത് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ റിസൾട്ടിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പാസ്സാകും. അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിലൊക്കെ ഒരുപാട് നിങ്ങൾ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ കാശും ഒക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടും അത് ഒന്നും ശരിയായില്ല എന്നാണ് തോന്നിയിരുന്നതെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അതൊന്ന് വിളവെടുക്കാനുള്ള സമയമാണെന്നാണ് കാണുന്നത്. അത് ചിലപ്പം റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ആ വ്യക്തി തിരികെ വരും, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി. അങ്ങനെയും കാണുന്നുണ്ട്. ജഡ്ജ്മെന്റ് ആണ്, കണ്ടില്ലേ? നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യത്തിന്റെ ജഡ്ജ്മെന്റ് നടക്കുന്ന ഒരു സമയമാണ്. അതാണ് എംപ്രസും പറയുന്നത്. നിങ്ങൾ എന്താണോ ചെയ്തത്, നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ലത് വിതച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജഡ്ജ്മെന്റിൽ നല്ലത് തന്നെ നിങ്ങൾക്ക് കിട്ടും. 5 ഓഫ് പെന്റക്കിൾ ആണ്. ഏതോ ഒരു മോശം സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ എസ്കേപ്പ് ആയി എന്നാണ് കാണുന്നത്. ഈ ഒരു 5 ഓഫ് പെന്റക്കിൾസിൽ വളരെ ശരിക്കും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ നിങ്ങൾ അതിനകത്ത് ഇരുന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. ഒരു ട്രാപ്ഡ് സിറ്റുവേഷനിൽ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ ട്രാപ്ഡ് ആയി പോയ ആൾക്കാരുണ്ടായിരിക്കും. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും, പറ്റുന്നില്ലല്ലോ. ചിലപ്പോൾ അത് മിനറൽ ട്രാപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ട്രാപ്പിലാക്കി പോയ ഒരവസ്ഥ. ഈ ഒരു വ്യക്തിയിൽ നിന്നല്ലാതെ വേറെ ഒരാളിൽ നിന്നും എനിക്ക് സ്നേഹം കിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഒരു പൂർത്തീകരണം ഇല്ല എന്ന് ചിന്തിച്ചിരുന്ന് അതിൽ അതിനകത്ത് തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചിലപ്പോ ചിലര് അത് വളരെ ബുദ്ധിപൂർവം ശരിക്കും വളരെ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും അതിന്ന് പുറത്തിറങ്ങി എന്ന് തന്നെ കാണുന്നുണ്ട്. ചിലര് കുറേയധികം തവണ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ഈ തവണത്തെ ടെസ്റ്റിൽ പാസ്സായ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ കാണുന്നുണ്ട്. കാരണം വളരെ കഷ്ടപ്പെട്ട് അവരത് പുറത്തിറങ്ങി എന്നുള്ളതാണ്. കാരണം അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇന്നത്തെ ഒരു റിസൾട്ട് എന്നാണ് കാണുന്നത്. പിന്നെ ബ്രോക്കൺ റിംഗ് ആണ്. പാർട്ടിങ് ഓഫ് ദി വേസിന്റെ ചിലപ്പോ നിങ്ങൾ ചിലപ്പോ ഒരു റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ ഈ മെസ്സേജ് ആണ് വരുന്നത്. റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊന്നൊന്ന് പുറത്തിറങ്ങാൻ, അത് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ പുറത്തിറങ്ങുന്നതായിരിക്കും. ചിലർ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ആ ഒരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് വേണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട് ഇന്നേ ദിവസം. പൈനാപ്പിൾ ആണ്. റീകൺസിലിയേഷൻ ആണ്. അപ്പോൾ ഇതിൽ 9 ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്, വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ ചിലര് പാർട്ട്ണർ നിങ്ങളെ ബ്രേക്കപ്പ് ആയിരുന്നെങ്കിൽ, നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരുന്ന ആൾക്കാർ പോലും ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങളെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യും. അത് റീകൺസിലിയേഷൻ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഹോൾസ് ആണ്. ഗുഡ് ലക്ക് ആണ്. വളരെ ഭാഗ്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഒരു ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും എന്നുള്ളതാണ് കാര്യം. നിങ്ങളെ ചിലപ്പോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ, എന്ത് ചെയ്താലും അതിൽ ഭാഗ്യം വരുന്നൊരു ദിവസമാണ്. നിങ്ങൾക്ക് അതിൽ ലക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ദിവസം വന്ന് ചെയിനാണ്. ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ് വരുന്നു എന്നുള്ളത്, നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു ചെയിൻ ഓഫ് ഇവന്റ് വരുന്ന ഒരു ദിവസമാണെന്ന്. ചിലപ്പോൾ അത് നല്ലതാകാം, കൂടുതൽ പേർക്കും അത് നല്ലതാണ്, ചിലർക്ക് മാത്രമേ അത് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ളൂ. ഡോഗ് ബാർക്കിംഗ് വന്നിട്ടുണ്ട്. അഡ്വൈസ് ഫ്രം എ ഫ്രണ്ട്. നിങ്ങളെ ചിലപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കള് നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടായിരിക്കാം. ലിലിയാണ്. സ്പിരിച്വൽ ലവ്. നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ ലൈഫിൽ കുറച്ച് അറ്റാച്ച്മെന്റ് കൂടാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. സ്പിരിച്വലി നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, മെഡിറ്റേഷൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കാം. നിങ്ങൾ ഈ ഒരു ഭൂമിയിലെ ഈ ഒരു ജീവിതത്തിൽ ഉപരി
നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് കണ്ടെത്താനും നിങ്ങളുടെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കാനും അതിന് അങ്ങനെ ഒരു യാത്രയിലായിരിക്കാം നിങ്ങളിപ്പോ, അല്ലെങ്കിൽ യാത്ര തുടങ്ങിയിരിക്കാം. അതിന്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അതിനൊരു സ്നേഹം, ഇപ്പൊ നമുക്ക് എന്ത് കാര്യത്തിലും സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ, ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ പറഞ്ഞ് ചെയ്യിക്കുന്നതും നമ്മളുടെ ഉള്ളിൽ നിന്ന് സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്യുന്നതും ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതും രണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം, സ്പിരിച്വാലിറ്റിയോട് അങ്ങനത്തെ ഒരു ഇഷ്ടം നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണ് കാണുന്നത്. സ്റ്റോക്കാണ് ന്യൂസ് ഓഫ് എ ബർത്ത് ഓഫ് ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ചിലപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ ചേർന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ജോലി ആരെങ്കിലും ഓഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഒരു ജോലി ഓഫർ ചെയ്യും എന്നും കാണുന്നുണ്ട്. ഡാഗറാണ്. ചിലർക്ക് ഒരു വിഷമം പിടിച്ച ഫിയർ വറീസ് ടെൻസ് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ചിലർക്ക് ഒരു വിഷമം പിടിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പേടിയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പേടിയും അസ്വസ്ഥതയൊക്കെ തോന്നാനുള്ള ഒരു ടെൻഷൻ പിടിച്ചൊരു അങ്ങനത്തെ കുറച്ച് സമയം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കാണുന്നുണ്ട്. പിന്നെ ബെല്ലാണ് അനൗൺസ്മെന്റ്. എന്തെങ്കിലും ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നതായിരിക്കാം. ഇന്ന് നിങ്ങളുടെ വിവാഹം അനൗൺസ് ചെയ്യുന്ന ദിവസമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനൊരു പേരിടുന്ന ദിവസം ആ പേര് അനൗൺസ് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ഡോഗ്സ് ആണ് ഗെറ്റിംഗ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ്. ഇന്ന് ദിവസം നിങ്ങൾ ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. കൂട്ടുകാരുമായിട്ട് ആഘോഷിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ ബേർഡ് പെർച്ച്ഡ് ആണ് വന്നിട്ടുള്ള 84 ന്യൂസ് പാക്കേജ് ഓർ ലെറ്റർ. നിങ്ങൾ ആരുടെയോ ലെറ്ററോ ന്യൂസോ പാക്കേജോ ഒക്കെ പ്രതീക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പൊ ചിലര് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു പാക്കേജ് അയച്ചിട്ടുണ്ടായിരിക്കാം, ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരിൽ നിന്നെങ്കിലും ഒരു ലെറ്റർ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂസ് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കാം. ഇത് ചിലർക്ക് എന്തെങ്കിലും എക്സാം ഒക്കെ റിസൾട്ട് കാത്തിരിക്കുന്ന ഉണ്ട്. പിന്നെ ഇപ്പൊ പിണങ്ങിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിൽ നിന്ന് ഒരു മെസ്സേജോ ലെറ്ററോ ഒക്കെ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വരുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അങ്ങനെ പ്രതീക്ഷിക്കുന്നവർക്ക് ഇന്ന് വരാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. ഡോഗ് ഫാർ അവേ ആണ്. ഡിസ്റ്റന്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് അബൌട്ട് യു. അപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, ഒരു അകന്ന സുഹൃത്ത് നിങ്ങളെ നിങ്ങളെ ചിന്തിക്കുന്നു എന്നാണ്. നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഏതോ ഒരു സുഹൃത്ത്. ചിലപ്പോൾ അത് അടുത്തതാകാം, അകന്നതാകാം. എന്തായാലും നിങ്ങളെപ്പറ്റി എപ്പോഴും ഒരു ഫ്രണ്ട് ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം ഇന്ന ആളിനെ പറ്റി എന്ന്. നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതോ ഒക്കെ ആരെങ്കിലും കുറിച്ച്, സുഹൃത്തുക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ ചിന്തിക്കുന്നതും അവരും ഇന്ന് ചിന്തിക്കുന്നുണ്ട്. ഒരു ടെലിപ്പതി പോലെ അവിടെ നടക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇമോഷണൽ ലോസ് ആണ്. അപ്പൊ കുറച്ചുപേര് വളരെ വിഷമത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അവര് എന്തോ നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലിംഗ് ആണ്. അവരെ ഏറ്റവും പ്രിയപ്പെട്ട എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയി, അതിന്റെ ഒരു പെയിനിൽ ഉണ്ട് കുറച്ച് ആൾക്കാര്. ത്രോട്ട് ചക്രയാണ്. അപ്പൊ ഇന്ന് നിങ്ങളുടെ ത്രോട്ട് ചക്ര ഒന്ന് ക്ലെൻസ് ചെയ്യുകയും ഹീൽ ചെയ്യുകയും ഒക്കെ ചെയ്യണം. ഇന്ന് നിങ്ങൾ അതിന്റെ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ത്രോട്ട് ചക്ര ഹീൽ ചെയ്താൽ മാത്രമേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കുള്ളൂ ട്ടാ. നിങ്ങൾ എന്തെങ്കിലും കാര്യം പറയാൻ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ തോന്നുന്നതും നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ തോന്നുന്നതും ഒക്കെ ത്രോട്ട് ചക്രയുടെ ഒരു ഭാഗമായിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതും നല്ലതായിരിക്കും. പേഷ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് ക്ഷമ വേണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യവും പെട്ടെന്ന് നടക്കണമെന്ന് ചിന്തിക്കരുത്. കുറച്ച് ക്ഷമ വേണം. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെയും അവസാനത്തെയും വാക്ക് ക്ഷമയാണ് കേട്ടോ. നിങ്ങൾ സ്പിരിച്വൽ ലവ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ എല്ലാം പെട്ടെന്ന് നടക്കണം. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം, റീകൺസിലിയേഷൻ പെട്ടെന്ന് നടക്കണം, അല്ലെങ്കിൽ എക്സാമിൽ ഇപ്പൊ തന്നെ പാസ്സാവണം, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ബാധ്യതകൾ ഇപ്പൊ തന്നെ തീരണം, അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നുള്ളതാണ്. എല്ലാത്തിനും സമയമുണ്ട്. നിങ്ങൾ സ്പിരിച്വലി ഒരു സ്പിരിച്വൽ പാത്തിലാണ്
എങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ക്ഷമ എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ദൈവം നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രത്തോളം ക്ഷമിക്കുന്നു എന്ന് ദൈവം നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്ഷമിക്കണം എന്നാണ് ഇന്ന് കാണുന്നത് കേട്ടോ. ഇന്നത്തെ നിങ്ങളുടെ ഇത് നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക. നിങ്ങൾ എന്താണോ വിതച്ചത് നിങ്ങൾ reap ചെയ്യും. പക്ഷെ ക്ഷമ വേണം. അപ്പൊ നിങ്ങളുടെ കർമ്മഫലം കിട്ടും ഉറപ്പായിട്ടും. അത് പക്ഷെ ഇന്നായിരിക്കില്ല. ഇന്നിപ്പോ നിങ്ങൾ ഇന്ന് ചെയ്തത് അല്ലെങ്കിൽ ഇന്നലെ ചെയ്തത് ഇപ്പൊ തന്നെ വേണം എന്ന് ചിന്തിക്കരുത്. ക്ഷമയോടെ ഇരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ വിതച്ചത് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നും പറയുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.